നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സീതാന്റി ഇപ്പൊ എന്റെ ഭാഗത്താ. പാർവതിയെ അവർക്ക് വെറുപ്പായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഇനി എങ്ങനെയെങ്കിലും കൈലാഷിന്റെ മനസ്സിൽ പാർവതിയും പ്രിയനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന ഒരു സംശയം ഉണ്ടാക്കിയാൽ മതി. പാർവതിയെ ഈസിയായി അവന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയാം. പക്ഷേ കൈലാഷിന് അവരെ ഭയങ്കര വിശ്വാസമാണല്ലോ. അത് തകർക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു വഴി കിട്ടിയാൽ മതിയായിരുന്നു. എന്തുപറ്റി മാഡം? നല്ല ടെൻഷനിലാന്ന് തോന്നുന്നു. ഏയ് നത്തിങ്. നിങ്ങൾ വന്ന കാര്യം പറയും. വിഷു സീസൺ ആയതുകൊണ്ട് സ്റ്റോക്ക് കുറെ ക്ലിയർ ആയിട്ടുണ്ട് മാഡം. അതിന്റെ റിപ്പോർട്ടില് മാഡത്തിന്റെ ഒപ്പ് വേണമായിരുന്നു. ഇതെന്തേത്? നോക്കട്ടെ മാഡം. ഇത് അന്ന് കമ്പനികളിലുള്ള എല്ലാവരും കൂടി പാറുവിന്റെ നാട്ടിലൊരു പോക്ക് പോയില്ലേ? അത് കഴിഞ്ഞു വന്നപ്പോ ഞാൻ അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് ലീവ് ലെറ്റർ ഒപ്പിടിച്ച് മേടിച്ചു വെച്ചതാ. അന്ന് പ്രിയനായിരുന്നല്ലോ സൂപ്പർവൈസർ. അതുകൊണ്ട് അവനാണ് ഇത് എഴുതിയത്. ഇതൊക്കെ എന്തിനാ ഈ ഫയലിൽ വെച്ചിരിക്കുന്നേ? അതവൻ പെട്ടെന്ന് കൊണ്ടുവന്ന് വന്നപ്പോ എവിടെ വെക്കണമെന്ന് അറിയാതെ ഈ ഫയലിൽ വെച്ചതാ. അതൊക്കെ പോട്ടെ, മാഡം ഫയൽ ചെക്ക് ചെയ്തേ. എന്താ മാഡം? ആ ലെറ്റർ ഇങ്ങനെ തന്നെ. പിന്നെ പ്രിയൻ. എന്തിനാ മാഡം ഇതിപ്പോ സൂക്ഷിച്ചു നോക്കണേ? ഇതൊരു സാധാരണ ലീവ് ലെറ്റർ അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് മിണ്ടാതെ നിൽക്കേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, ഈ കൈയക്ഷരം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മാഡം എന്താ ചെയ്യണേ? നമ്മൾ നന്ദനെ ഗന്ധർവനായി എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നപ്പോ ശരിക്കുമുള്ള ഗന്ധർവൻ അയച്ചൊരു കത്ത് നമ്മുടെ കൈ കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാഡം. ഏതോ ഒരു അമ്പലത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തല്ലേ? എക്സാക്ട്ലി. ആ ലെറ്റർ ആണ് ഇത്. ഇത് നിങ്ങൾക്ക് പ്രിയനിൽ നിന്നും കിട്ടിയ ലീവ് ലെറ്ററാ. അതിന് കരുണാകരനെ ഇത് രണ്ടും ഒന്ന് സൂക്ഷിച്ചു നോക്കി. രണ്ട് കൈയക്ഷരവും ഒരേ ആളുടെയാ. നോക്ക്. ശരിയാണ് മാഡം. അപ്പൊ പ്രിയൻ തന്നെയാണ് ഗന്ധർവനാണോ മാഡം പറയണേ? എന്താ അങ്ങനെ ആയിക്കൂടെ? രണ്ടുപേരുടെയും കയ്യേഷം ഒരുപോലെയാണെന്ന് സമ്മതിച്ചു. പക്ഷേ പ്രിയൻ ഒരിക്കലും ഗന്ധർവനാവാൻ സാധ്യതയില്ല. വൈ? നമ്മളെ ഗന്ധർവന്റെ പേരിൽ പാറുവിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രിയനാണ് ഗന്ധർവനെങ്കിൽ അവനത് അവളോട് തുറന്നു പറയില്ലേ? അവനും പാറുവിന്റെ കൂടെ ഗന്ധർവൻ ആരാണെന്ന് അന്വേഷിച്ച് നടക്കല്ലായിരുന്നേ? നിങ്ങൾ എന്നെ വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. പ്രിയൻ തന്നെയാണ് ഗന്ധർവൻ. ഓക്കെ മാഡം, ഒരു ഘട്ടത്തിൽ പാറു പ്രിയന്റെ കൂടെ നടന്നിരുന്നു എന്നല്ലാതെ ഇന്നവരെ പ്രിയൻ അവളുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ കണ്ടല്ലേ. പാർവതിയെ പ്രിയൻ ഒരുപാട് സഹായിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് മാഡം, ആ പൊട്ടന ആളുകളെ സഹായിക്കുന്ന ഒരു അസുഖമുള്ളതാ. കൂടെ ജോലി ചെയ്യുന്നവര് പോട്ടെ, റോട്ടിൽ കൂടെ പോണവരെ പോലും ആ പൊട്ടൻ സഹായിക്കും. അതല്ലേ അവനിങ്ങനെ ഗതി പിടിക്കാണ്ട് നടക്കണേ. ഓക്കെ, നിങ്ങൾ പറയുന്നത് പോലെ പ്രിയനും ഗന്ധർവനും വേറെ വേറെ ആളുകൾ തന്നെ ആയിക്കോട്ടെ. ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഈ രണ്ട് കൈയെടുത്തും ഒരേപോലെ ഉണ്ടല്ലോ, എനിക്കത് മതി. ഈ കൈയെഴുത്തും വെച്ച് മാഡം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കണേ?
പാർവതിയുടെയും പ്രിയന്റെയും ജീവിതം കീഴ്മേൽ മറിക്കാൻ പോവാണ് ഞാൻ. ആ 2 ലെറ്ററിങ് തന്നെ